നമസ്കാരം. ദേവസൈന്യയിലേക്ക് സ്വാഗതം. കുരുക്ഷേത്ര യുദ്ധം തുടങ്ങാനിരിക്കെ ഹസ്തിനപുരിയുടെ തെരുവുകളിൽ യുദ്ധകാഹളം മുഴങ്ങിക്കൊണ്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും മഹത്തായ പോരാളികൾ ഒരുമിക്കുന്ന ആ മഹായുദ്ധത്തിൽ ആരുടെ പക്ഷം ചേരണമെന്ന് തീരുമാനിക്കാനാകാതെ ഗദായുദ്ധത്തിലെ അജയനായ വീരൻ ബലരാമൻ വലിയൊരു ധർമ്മ സങ്കടത്തിലായി. ഒരു വശത്ത് അനിയനായ ഭഗവാൻ ശ്രീകൃഷ്ണനും പ്രിയപ്പെട്ട പാണ്ഡവരും, മറുവശത്ത് തൻ്റെ അതിപ്രിയ ശിഷ്യനായ ദുര്യോധനനും. ഭീമനും ദുര്യോധനനും ഇരുവരും ബലരാമൻ്റെ ശിഷ്യന്മാരായിരുന്നു. എൻ്റെ രണ്ടും ശിഷ്യന്മാരും തമ്മിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്നത് ഞാൻ എങ്ങനെ കാണും? എനിക്ക് ആർക്കുവേണ്ടി ആയുധമെടുക്കാൻ സാധിക്കും? ബലരാമൻ വ്യാകുലനായി. ബലരാമൻ കൗരവപക്ഷത്ത് ചേർന്നാൽ പാണ്ഡവരുടെ വിജയം അസാധ്യമാകുമെന്ന് ശ്രീകൃഷ്ണന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ടാണ് സംഭവങ്ങളുടെ ദിശ മാറ്റിയ ആ ദുരൂഹ സംഭവങ്ങൾ ആരംഭിച്ചത്. ഭാഗവത പുരാണം പറയുന്നതനുസരിച്ച് ഈ ആശയക്കുഴപ്പത്തിനിടയിലാണ് ബലരാമൻ പുണ്യഭൂമിയായ നൈമിഷാരണ്യത്തിൽ എത്തുന്നത്. അവിടെ മഹായാഗം നടക്കുകയായിരുന്നു. ബലരാമൻ എത്തിയപ്പോൾ സന്നിഹിതരായിരുന്ന എല്ലാ മുനിമാരും ആദരസൂചകമായി എഴുന്നേറ്റ് നിന്നു. എന്നാൽ പുരാണ പാരായണം നടത്തിക്കൊണ്ടിരുന്ന രോമഹർഷണൻ മാത്രം തൻ്റെ സ്ഥാനത്ത് നിന്ന് എഴുന്നേറ്റ് നിന്നില്ല. അതിനെ അപമാനമായി കണ്ട ബലരാമൻ കോപാകുലനായി. കയ്യിലുണ്ടായിരുന്ന ഒരു ദർഭപ്പുല്ലുകൊണ്ട് അദ്ദേഹം രോമഹർഷണനെ പ്രഹരിച്ചു. പ്രഹരിക്കുന്നതിന് മുൻപ് തന്നെ ആ ദർഭപ്പുല്ല് ദിവ്യായുധമായി മാറിയത് ബലരാമൻ അറിഞ്ഞിരുന്നില്ല. പ്രഹരമേറ്റ രോമഹർഷണൻ അവിടെ തന്നെ വീണ് മരിച്ചു. ഒരു ബ്രാഹ്മണനെ വധിച്ച മഹാപാപം താൻ ചെയ്തുവെന്ന് മനസ്സിലാക്കിയ ബലരാമൻ ദുഃഖത്തിൽ മുങ്ങി. ഞാൻ മഹാപാപം ചെയ്തിരിക്കുന്നു, ഇതിന് എന്ത് പ്രായശ്ചിത്തമാണ്? അദ്ദേഹം ചോദിച്ചു. അപ്പോഴാണ് ശ്രീകൃഷ്ണൻ തൻ്റെ തന്ത്രം പ്രയോഗിച്ചത്. ജ്യേഷ്ഠ, ഭാരതവർഷത്തിലെ പുണ്യനദികളിൽ സ്നാനം ചെയ്ത് തീർത്ഥയാത്ര നടത്തൂ, ആ പാപം അങ്ങനെ നീങ്ങിപ്പോയിക്കൊള്ളും എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു. എന്നാൽ അതൊരു സാധാരണ ഉപദേശം മാത്രമായിരുന്നില്ല. ബലരാമനെ യുദ്ധഭൂമിയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ശ്രീകൃഷ്ണൻ്റെ സൂക്ഷ്മമായ പദ്ധതി തന്നെയായിരുന്നു അത്. അങ്ങനെ ബലരാമൻ ദീർഘമായ തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു. സരസ്വതി നദീതീരങ്ങളിലൂടെ അദ്ദേഹം അനേകം മഹർഷിമാരെ സന്ദർശിച്ചു. വിശുദ്ധ തീർത്ഥങ്ങളിൽ സ്നാനം ചെയ്തു. യുദ്ധത്തിൻ്റെ രക്തപാതയിൽ നിന്ന് അകന്ന് മനഃശാന്തി തേടി അദ്ദേഹം സഞ്ചരിച്ചു. ഇതിനിടെ കുരുക്ഷേത്ര യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തി. ഒടുവിൽ ബലരാമൻ തിരിച്ചെത്തുമ്പോൾ തൻ്റെ രണ്ട് ശിഷ്യന്മാരായ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള അന്തിമ ഗദായുദ്ധം നടക്കുകയായിരുന്നു. നിഷ്പക്ഷനായി ആ യുദ്ധത്തിന് സാക്ഷിയായ ബലരാമൻ അവസാനം ഭീമൻ ദുര്യോധനൻ്റെ തുടയിൽ പ്രഹരിച്ച് വീഴ്ത്തുന്നത് കണ്ടപ്പോൾ ക്രോധാകുലനായി. കാരണം ഗദായുദ്ധത്തിൻ്റെ നിയമപ്രകാരം അരയ്ക്ക് താഴെ പ്രഹരിക്കുന്നത് അധർമ്മമായിരുന്നു. കോപത്തോടെ ബലരാമൻ ഭീമനെ വധിക്കാൻ ആയുധമെടുത്തു. അപ്പോൾ ശ്രീകൃഷ്ണൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, ജ്യേഷ്ഠ, ഭീമൻ നിയമലംഘനം ചെയ്തുവെന്ന് നമുക്കറിയാം. പക്ഷേ ദുര്യോധനൻ്റെ ജീവിതം മുഴുവൻ വഞ്ചനയും അധർമ്മവും നിറഞ്ഞതായിരുന്നു. ലക്ഷാഗൃഹത്തിൽ പാണ്ഡവരെ ജീവനോടെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ചതും ചൂതാട്ടത്തിലെ കപടതയും ദ്രൗപദിയെ അപമാനിച്ചതും എല്ലാറ്റിനും പിന്നിൽ ദുര്യോധനനായിരുന്നു. അർജുനനും ദുര്യോധനനും യുദ്ധസഹായം തേടി വന്നപ്പോൾ ആ യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചതും അങ്ങ് തന്നെയാണല്ലോ. ഇപ്പോൾ അവസാന നിമിഷത്തിൽ എത്തി യുദ്ധത്തിൻ്റെ വിധി മാറ്റുന്നത് അങ്ങയെപ്പോലെ മഹാനായ ഒരാൾക്ക് യോജിച്ചതല്ല. ശ്രീകൃഷ്ണൻ്റെ വാക്കുകൾ കേട്ട് ബലരാമൻ്റെ കോപം ശമിച്ചു. എന്നാൽ അദ്ദേഹം പൂർണ്ണമായി തൃപ്തനായിരുന്നില്ല. അവസാനം ബലരാമൻ ഇപ്രകാരം പറഞ്ഞു, ഭീമൻ ചതിയിലൂടെ ജയിച്ച യോദ്ധാവായി ചരിത്രത്തിൽ അറിയപ്പെടും. എന്നാൽ നേരായ പോരാട്ടം നടത്തിയ ദുര്യോധനന് വീരസ്വർഗം ലഭിക്കും. ഇത്രയും പറഞ്ഞ് ഗദായുദ്ധത്തിലെ മഹാവീരൻ ബലരാമൻ അവിടെ നിന്ന് മടങ്ങി. ഇതുപോലത്തെ ഐതിഹ്യങ്ങളും കഥകളും കേൾക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി, നമസ്കാരം.